ബ്ലാക്ക് ക്ലോവർ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ 4ാമത്തെ എപ്പിസോഡിലാണ്. ആദ്യത്തെ 3 എപ്പിസോഡ് കാണാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി അത് കണ്ടിട്ട് വരിക. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ആസ്റ്റയും യൂനോയും റോയൽ ക്യാപിറ്റലിൽ അവരുടെ മാജിക് നൈറ്റ് എക്സാം എടുക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവര് ജനിച്ചപ്പോൾ മുതൽ ഒരു വില്ലേജിലാണ് ജനിച്ച് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സിറ്റി ഒക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഇവർക്ക് അറിയുന്നില്ല. സോ ഇവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് റോയൽ ക്യാപിറ്റൽ. ഒരുപാട് കടകള്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം കണ്ട് ഇവർ എൻജോയ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരിപ്പോ മത്സരം എവിടെയാണ് നടക്കുന്നതെന്ന് അന്വേഷിച്ച് ആ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഇവരെ കൂടാതെ തന്നെ ഒരുപാടധികം ഇവരെ പോലത്തെ തന്നെ കുട്ടികൾ ഈ ഒരു മാജിക് നൈറ്റ് എക്സാം എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്യണം. ഇവരുടെ ഗ്രിംവർ കൊടുത്തിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ യൂനോ ആണെങ്കിൽ അവന്റെ 4 ലീഫ് ക്ലോവർ ഗ്രിംവാർ അങ്ങോട്ട് കാണിക്കുകയാണ്. എന്ത്, ഒരു 4 ലീഫ് ക്ലോവർ ഗ്രിംവാറോ? 4 ലീഫ് ക്ലോവർ ഗ്രിംവാർ? അങ്ങനെ യൂനോയിനെ രജിസ്റ്റർ ചെയ്ത ശേഷം അകത്തേക്ക് വിടുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആസ്റ്റ അങ്ങോട്ടേക്ക് വരാണ്. എന്റെ പേര് ആസ്റ്റ, അതുപോലെ ഇതാണ് എന്റെ ഗ്രിംവാർ. അല്ല, നിനക്ക് ഉറപ്പാണോ ഇത് ഗ്രിംവാർ ആണെന്ന്? അതെ, നിങ്ങൾ നോക്കിക്കേ, നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കേ, ഇതെന്റെ ഗ്രിംവാർ തന്നെയാ. അങ്ങനെ അയാളെയും വെറുപ്പിച്ച് അവസാനം അകത്തേക്ക് കയറാനുള്ള അനുവാദം മേടിക്കുകയാണ്. തൊട്ടടുത്ത സീനിൽ നമ്മൾ വേറൊരു ക്യാരക്ടറിനെ കാണുന്നുണ്ട്. ആ ക്യാരക്ടറിന്റെ പേര് സെക്കെ എന്നാണ്. ഏതോ പേര് പോലും കേട്ടിട്ടില്ലാത്ത വില്ലേജിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ട്. അവർ ഭയങ്കര മോട്ടിവേറ്റഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ അതിന്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. അതിന്റെ അകത്തുള്ള കുറെ കുട്ടികളെയൊക്കെ ഒരു പക്ഷി ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും. ആ കിളികൾ ബേസിക്കലി ഏറ്റവും പവർ കുറഞ്ഞ ആൾക്കാരെ ആയിരിക്കും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുക. എടാ നോക്കടാ, ആ ചെങ്ങേനെ നോക്കടാ, അവന്റെ അടുത്ത് ഒരൊറ്റ കിളി പോലും ഇല്ല. അത് നമ്മുടെ യൂനോ ആണ്. യൂനോന് ഒരൊറ്റ കിളി പോലും അട്രാക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഇത് കണ്ട് എല്ലാരും ഇംപ്രസ് ആയി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആസ്റ്റന്റെ വരവ്. നമ്മളെ രണ്ടുപേരുടെയും മത്സരം ഇവിടെയാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കഥ ഇവിടെയാണ് തുടങ്ങുന്നത്. നമ്മളിൽ ആരാണ് വിസാഡ് കിങ് ആവുന്നത് നോക്കാം. അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആസ്റ്റനെ എല്ലാരും നോക്കുമ്പോൾ താണ്ട് ഈ കിളി അങ്ങോട്ട് പൊതിഞ്ഞു നിൽക്കുമായിരിക്കും ആസ്റ്റനെ. അവിടെയുള്ള ആൾക്കാർ മുഴുവൻ കളിയാക്കി ചിരിക്കുകയാണ്. കാരണം ഇത്രയും പവർ ലെവൽ കുറഞ്ഞ് ഇവൻ എങ്ങനെയാണ് വിസാഡ് കിങ് ആവുക, അല്ലെങ്കിൽ യൂനോന്റെ അടുത്ത് നിൽക്കാൻ പോലുള്ള ഒരു സ്ട്രെങ്ത് ഇല്ലാത്തവനാണ് ഇവൻ. അങ്ങനെ നമ്മുടെ ആസ്റ്റ ആണെങ്കിൽ ഈ കിളികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെരാപാര ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ കിളികൾ എന്നെ കൊല്ലാൻ വരുന്നേ അമ്മച്ചിയേ. അങ്ങനെ നമ്മുടെ ആസ്റ്റ പോയിട്ട് വേറൊരാളുടെ ദേഹത്ത് തട്ടി നിൽക്കുകയാണ്. അയാളുടെ ദേഹത്തിൽ തട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ കിളികളെല്ലാം പാറി പോവാണ് അവന്റെ അടുത്തുനിന്ന്. ഹായ്, ഇടിച്ചതിന് സോറി കേട്ടോ. നിനക്ക് മരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ചെറുക്ക? അയ്യോ, ഇനി ഇതാരാണ്? അവന്റെ കണ്ണ് കണ്ടില്ലേ, ഒരു കില്ലറിന്റെ കണ്ണ് പോലെ. അവന്റെ രൂപം കണ്ടില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒരു ഏജ് ആവാൻ ഒരു വഴിയുമില്ല. ഒരു ബുക്കിനെ അതിന്റെ കവർ കൊണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവനോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാം. ഹായ്, ഹലോ സുഹൃത്തേ, നിന്റെ ഏജിന് മേളിലുള്ള പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ നിനക്ക്. അപ്പം നിനക്ക് ശരിക്കും മരിക്കണം എന്ന് ആഗ്രഹമുണ്ടല്ലേ? ഓ, നിങ്ങൾ ഇവിടെ നിൽക്കുവായിരുന്ന? എന്താ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ? വേഗം വാ, ഈ ചെറുക്കനെ കൊല്ലാൻ റെഡി ആയിക്കോ. ഇപ്പൊ ബേസിക്കലി അവിടെ വന്നിരിക്കുന്ന പുള്ളീന്റെ പേരാണ് ക്യാപ്റ്റൻ യാമി. അവനാണ് ബ്ലാക്ക് ബുൾസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ. ഇപ്പൊ ക്യാപ്റ്റൻ യാമിനെ കൂട്ടാൻ വന്നിരിക്കുന്ന ആ 2 പേര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ സ്ക്വാഡിലെ തന്നെ 2 മെമ്പേഴ്സ് ആണ്. ഇതിനകത്തുള്ള ഈ ആദ്യം കാണുന്ന ചെങ്ങായി ആണെങ്കിൽ അവിടെ വന്നിട്ട് ഫുള്ള് ഫ്ലേർട്ടിംഗ് ആണ്. ഇവരുടെ ഒക്കെ പേരും ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് പോകുന്ന വഴിക്ക് മനസ്സിലാക്കാം. ഈ ബ്ലാക്ക് ബുൾസ് എന്ന് പറയുന്ന സ്ക്വാഡിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. കാരണം അവരുടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ മെമ്പേഴ്സിനും തരലേന്റെ പിരിക്ക് ചെറിയൊരു പോക്കുണ്ടാവും. അങ്ങനെ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായപ്പോഴത്തേക്കും ആസ്റ്റേനെ വിട്ടിട്ട് യാമിന്റെ പണിക്ക് പോവാണ്. ആ സമയത്താണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ചെങ്ങായി വന്നിട്ട് ആസ്റ്റേനോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പത്തേക്ക് അങ്ങോട്ടേക്ക് 9 സ്ക്വാഡിന്റെയും ക്യാപ്റ്റൻസ് വരികയാണ്. ഈ ചെങ്ങായി ആണെങ്കിൽ നമ്മുടെ ആസ്റ്റയ്ക്ക് അവരാരൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇയാളാണ് നോസേൽ സിൽവ, ക്യാപ്റ്റൻ ഓഫ് സിൽവർ ഈഗിൾസ്. അടുത്ത ആളാണ് ഫിഗോളിയാൻ വെർമില്യൻ. ഇയാള് ക്രിംസൺ ലയൺ കിങ്സ് എന്ന് പറയുന്ന ഒരു സ്ക്വാഡിന്റെ ലീഡറാണ്. അടുത്ത ആള് ജാക്ക് ദി റിപ്പർ. ഇയാള് ഗ്രീൻ പ്രോയിങ് മാന്റിസ് എന്ന് പറയുന്ന സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ആണ്. അടുത്തത് ഷേർലറ്റ് റോസ്ലെ. പുള്ളിക്കാരത്തി ബ്ലൂ റോസ് നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ആണ്. അടുത്തത് ഗിൽഡർ പോയ്സാർട്ട്. പുള്ളി പേർപ്പിൾ ഓക്കാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ ആണ്. അടുത്ത ആള് ഡോർത്തി ആൻസ്വർത്ത്. പുള്ളിക്കാരത്തി ആണെങ്കിൽ കോറൽ പീകോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആണ്. അടുത്ത ആള് റിൽ ബൊമോട്ടിയർ. പുള്ളി ഭയങ്കര യങ് ആണ്. അതുപോലെ തന്നെ ആക്വഡിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന്റെ ക്യാപ്റ്റനും ആണ്. അടുത്തയാള് വില്യം വാഞ്ചൻസ്. ഇതുവരെയുള്ള എല്ലാ സ്ക്വാഡിലും വെച്ച് ഏറ്റവും നല്ല സ്ക്വാഡിന്റെ ക്യാപ്റ്റൻ. അധികം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വിസാഡ് കിങ് ആവാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മനുഷ്യൻ. അടുത്ത ആള് നമ്മൾ ഏറ്റവും ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ബുൾസിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള യാമി സുഗൈറോ. ഈ ക്യാപ്റ്റൻസ് എല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെട്ട ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ ഒരു എക്സാം ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വില്യം വാഞ്ചൻസ് തന്നെയാണ്. പുള്ളി നേരെ വന്ന് പുള്ളിന്റെ മാജിക് യൂസ് ചെയ്തൊരു വലിയ ട്രീ ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും ഓരോ ബ്രൂം സ്റ്റിക്ക് വെച്ച് കൊടുക്കുവാണ്.
എന്നിട്ട് പുള്ളി അവർക്ക് ചെറിയൊരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 9 ടെസ്റ്റുകളായിരിക്കും ഉണ്ടാവുക. അതിനകത്ത് ഒന്നാമത്തെ ടെസ്റ്റാണ് ഈ ബ്രൂം സ്റ്റിക്ക് കൊണ്ട് പറക്കുക എന്നത്. ഞങ്ങൾ 9 ക്യാപ്റ്റൻസും നിങ്ങൾക്ക് ജഡ്ജസ് ആയിട്ടായിരിക്കും ഇന്ന് സെർവ് ചെയ്യുന്നുണ്ടാവുക. ഞങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് കണ്ട ശേഷം നിങ്ങൾ സ്കിൽഡ് ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യും. അത് ഓരോ ക്യാപ്റ്റൻസും അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസൈഡ്. ഒന്നിലധികം ക്യാപ്റ്റൻസ് നിങ്ങളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് സ്ക്വാഡിലേക്ക് നിങ്ങൾക്ക് പോകണമെന്ന്. ഏത് മാജിക് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ഈ ബ്രൂം സ്റ്റിക്കിൽ പറക്കാൻ സാധിക്കും. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അങ്ങനെ അവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പറക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ യൂനോക്ക് ആണെങ്കിൽ അതിനകത്ത് കേറി നിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൊങ്ങ് പൊങ്ങ്. പാവം നമ്മുടെ ആസ്റ്റയ്ക്ക് മാത്രം എന്തൊക്കെ ചെയ്തിട്ടും പറക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് തന്നെ അവിടെ ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ക്യാപ്റ്റനിൽ നോസൽ എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്റ്റൻ എഴുന്നേറ്റ് പോകുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. പൊങ്ങട്ടെ വടി, പൊങ്ങട്ടെ പൊങ്ങട്ടെ. എടാ നീ ഇങ്ങനെ ബലം പിടിക്കല്ലേ, നീ ആ ബലം അങ്ങ് വിട്. നീ ഒന്ന് കൂളാവ്, നീ ഒന്ന് കൂളായിട്ട് പയ്യെ ശ്രമിക്കേ. എടാ താങ്ക് യുടാ, നീ ഒരു നല്ല മനുഷ്യനാ. എന്നിട്ട് നടക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ വേറൊരു പെങ്കൊച്ചിനെയാണ് കാണിക്കുന്നത്. അതെ, എന്നെ കൊണ്ട് ഇത് പറ്റും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ആ ക്യാപ്റ്റൻ ആയിട്ടുള്ള നോസേൽ വരാണ്. നീ ഇതെവിടെ പോന്നു? നിനക്കറിയില്ലേ, നമ്മൾ നോബിൾസ് ഒരിക്കലും സാധാരണക്കാരുടെ കൂടെ മത്സരിക്കാറില്ല. നീ എവിടെ പോകണ്ടേന്ന് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. ശരി ചേട്ടാ, ഞാൻ പോവില്ല. അല്ലെങ്കിൽ നിന്റെ എക്സിസ്റ്റൻസിന് ഒരർത്ഥവുമില്ല. നീ ഉണ്ടായില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ അതിനുശേഷവും ആ മത്സരം പുനരാരംഭിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആസ്റ്റയ്ക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവന്റെ കൂടെയുള്ള എല്ലാവരും മാജിക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആസ്റ്റയ്ക്ക് മാത്രം ഒന്നിനും പറ്റുന്നില്ല. ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളുടെ അവസാനത്തെ ടെസ്റ്റാണ്. നിങ്ങൾ 2 പേര് വെച്ച് ഒരു പെയറായി ഫോം ചെയ്ത് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യും. നിങ്ങൾ ഒട്ടും പേടിക്കാനോ അതുപോലെ തന്നെ നിങ്ങളുടെ പവർ കാണിക്കാതിരിക്കാനോ പാടില്ല. നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം വെച്ച് നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. നമുക്ക് മെഡിക്കൽ ടീംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും ഹോൾഡ് ബാക്ക് ചെയ്യരുത്. അയ്യോ, എക്സാം തീരാനായോ? ഞാൻ ഇതൊരു ഒന്നും ചെയ്തില്ലല്ലോ. ഇനിയുള്ള ഏക പോം വഴി എന്ന് പറയുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കണ്ടുപിടിച്ച് അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ളതാ. പക്ഷെ ഇത്രയും പത്തറ്റിക് ആയുള്ള എന്റെ കൂടെ ഒക്കെ ആര് ഫൈറ്റ് ചെയ്യാനാ? ഹേ ആസ്റ്റ, നമുക്ക് ടീം അപ്പ് ആവാം, നമുക്ക് ഫൈറ്റ് ചെയ്യാം. എടാ നീയാടാ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ലവൻ. അങ്ങനെ ആസ്റ്റയും സെക്കയും ടീമപ്പായി അവര് തന്നെ ആദ്യം ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഹേയ് സെക്കെ, നമ്മൾ രണ്ടുപേരും മാജിക് നൈറ്റ് സ്ക്വാഡ് കയറാൻ വേണ്ടിയിട്ടാണ് ഇത് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുള്ള പരിഗണന മാറ്റിവെച്ച് നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യലും കൊണ്ട് ഫൈറ്റ് ചെയ്യാം. ആസ്റ്റ, നീ ഒരു മണ്ടനാ. നീ എവിടേക്കാ വന്നിരിക്കുന്നതെന്ന് പോലും നിനക്കറിയില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ നന്ദിയുണ്ട്. നീ എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് കുറച്ച് സുപ്പീരിയർ ആയിട്ട് അവർക്കെല്ലാം എന്നെ തോന്നിയിട്ടുണ്ടാവും. ഈ ഫൈറ്റ് കഴിയുമ്പോൾ എന്നെ ആരെങ്കിലും അവരുടെ സ്ക്വാഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അതുപോലെ ഞാനതിൽ ജോയിൻ ചെയ്ത് ആ റൈഡ് ഞാൻ എൻജോയ് ചെയ്യും. പിന്നെ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ നീ വന്നേക്കുന്ന സ്ഥലത്തേക്ക് ആ പേര് പോലും കേട്ടിട്ടില്ലാത്ത വില്ലേജിലേക്ക് നിനക്ക് തിരിച്ചു പോകാനും പറ്റും. എടി നോക്കിക്കേ ആ സെക്കേനെ. അവൻ ഏറ്റവും വീക്കസ്റ്റ് വണ്ണിനെ തന്നെ ഫൈറ്റ് ചെയ്യാൻ ചൂസ് ചെയ്തു. അവനൊരു ബുദ്ധിമാൻ തന്നെ. അങ്ങനെ അവരവിടെ ഫൈറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അവൻ അങ്ങനെ ഒരു മാജിക്കൽ പവർ യൂസ് ചെയ്യുവാണ്. എല്ലാ ക്യാപ്റ്റൻസും എന്നെ ഇപ്പൊ കാണുന്നുണ്ടാവും. എൻ്റെ ഈ ഹൈ ലെവൽ മാജിക്കൽ എബിലിറ്റി കണ്ട് അവരെല്ലായാലും എന്നെ ചൂസ് ചെയ്യും. ഈ സാധനം കൊണ്ട് എനിക്ക് ഡിഫെൻഡ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ സ്ട്രൈക്ക് ചെയ്യാനും പറ്റും. ഈ ഫൈറ്റ് കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഈ ക്യാപ്റ്റൻസ് എന്നെ ചൂസ് ചെയ്യും. ഓ, ഇത് കുറച്ച് ഹൈ ലെവൽ മാജിക്കൽ പവർ ആണല്ലോ. സാധാരണ ഇങ്ങനെ വരുന്ന എക്സാമിനീസ് ഒന്നും യൂസ് ചെയ്യാത്ത കൂട്ട് പവർഫുൾ. പക്ഷെ അവനെ കാണാൻ ആമസോണിൽ മാത്രം കണ്ടുവരുന്ന കൂട്ടൊരു ബഗ്ഗിനെ വരെയുണ്ട്. അങ്ങനെ നമ്മുടെ ആസ്റ്റ തിരിച്ചടിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കാം കാം. അങ്ങനെ അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെയോ ആസ്റ്റന്റെ ഒറ്റയടിക്ക് തന്നെ അവന് നോക്കൗട്ട് ആവുകയാണ്. ഞാൻ നിന്നെ പോലെ ഫണ്ണിന് വേണ്ടിയിട്ടല്ല മാജിക് നൈറ്റിൽ ജോയിൻ ചെയ്യുന്നത്. മൈ എക്സ്ട്രീംലി ബിഗ് ആഗ്രഹം എന്ന് വെച്ചാൽ വിസാർഡ് കിങ് ആവാന്നുള്ളതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മാജിക് നൈറ്റിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ബാക്കി എക്സാംസിനെല്ലാം തോറ്റിട്ട് ഒറ്റ ഒന്നിന് മാത്രമാണ് ആസ്റ്റിപ്പൻ ജയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മാജിക്കിനെ പെട്ടെന്ന് തന്നെ നെള്ളിഫൈ ചെയ്യാൻ വേണ്ടി ആസ്റ്റിക്ക് സാധിച്ചത്? ബേസിക്കലി ആസ്റ്റിന്റെ എബിലിറ്റി എന്താണെന്ന് അറിയോ? ഇനിയും ഒരുപാട് സർപ്രൈസിങ് എലമെന്റ്സ് ഇതിൽ വരാനുണ്ട്. സോ വെയിറ്റ് ആൻഡ് വാച്ച്. സോ അടുത്ത എപ്പിസോഡ്സ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഷെയർ ചെയ്തോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ദിവസം കാണുന്നവരെ ബൈ.